സോ ഡിയർ സ്റ്റുഡൻസ്, ഈ സിവിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് GAV ആണ്. GAV പറയുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ഓർമ്മയിൽ വെക്കുക. ഈ ഒരു സിമ്പിൾ ഓർമ്മയിൽ വെക്കുന്നതിന്റെ കാരണം, ആദ്യം നമ്മൾ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ്, വിച്ച് ഈസ് ഹയർ ആണ് എടുക്കുന്നത്. അതിന്റെ റിസൾട്ടിനോട്, ആ ഹയർ ആയിട്ട് കിട്ടിയ റിസൾട്ടിനോട് നിങ്ങൾ പിന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് റെന്റ് ആണ്. അതിൽ വിച്ച് ഈസ് ലോവർ എടുക്കും. എന്നിട്ട് അതിന് നമ്മൾ ആ വിച്ച് ഈസ് ലോവർ ആയിട്ട് എടുത്ത എമൗണ്ടിനെ നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സ്പെക്റ്റഡ് റെന്റ്, ആ എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റും അഗൈൻ കമ്പയർ ചെയ്ത് വിച്ച് ഈസ് ഹയർ ആണ് നമ്മൾ എടുക്കുന്നത്. എന്തായിട്ട്? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. ഇങ്ങനെ നമ്മളൊന്ന് ചരിച്ചിട്ട പോലെയാണ് ആ സിമ്പിൾ വരുന്നത്. ദെൻ അതിൽ നിന്ന് എന്തെങ്കിലും ആമിനിറ്റീസ് നമ്മുടെ ടെനന്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊവൈഡഡ് ബൈ അല്ല, പ്രൊവൈഡഡ് ടു ദ ടെനന്റ്, എന്തെങ്കിലും ആമിനിറ്റീസ് നമ്മുടെ ടെനന്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലിഫ്റ്റ് അല്ല എന്തെങ്കിലും വാട്ടർ ഫെസിലിറ്റി, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആമിനിറ്റീസ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആനുവൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും. ആ ആനുവൽ വാല്യൂന്റെ 30% നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റും, പിന്നെ ഏതെങ്കിലും ലോൺ പെൻഡിങ് ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ, അതായത് ഏതെങ്കിലും ലോൺ എന്ന് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ഷനുമായിട്ടോ റിപ്പയറോ റിന്യൂവലുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത ലോണ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ട് പ്രീവിയസ് ഇയറിലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പേ ചെയ്ത ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നതാണ്. ഇതാണ് ഇതിന്റെ ബേസിക് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടാക്സബിൾ ഇൻകം ആണ്. ഓക്കെ, അവിടെ നമുക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ആക്ച്വൽ റെന്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്, മുനിസിപ്പൽ ടാക്സ്, ഇൻട്രസ്റ്റ് പെയ്ഡ്. ഈ ഇൻട്രസ്റ്റ് പെയ്ഡ് ഏത് ഇയറിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിലാണ് ഈ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുള്ളത്, അതായത് 23-24. ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. ഇതിൽ ഹയർ ഏതാണ്? 80,000. കേട്ടോ, ഈ സിമ്പിൾ ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അത് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് റെന്റിനോട് കമ്പയർ ചെയ്യുന്നു, അല്ലെ? സ്റ്റാൻഡേർഡ് റെന്റിനോട് കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ എടുക്കുന്നു. അപ്പൊ 60,000 ആയിരിക്കും നമ്മുടെ എന്ത്? എക്സ്പെക്റ്റഡ് റെന്റ്. ദെൻ അഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കമ്പയർ ചെയ്യുന്നു. എന്തിനോട് കമ്പയർ ചെയ്യുന്നത്? ആക്ച്വൽ റെന്റിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ആക്ച്വൽ റെന്റ് 72,000, എക്സ്പെക്ടഡ് റെന്റ് 60,000 ആണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെടുക്കേണ്ടത്? വിച്ച് എവർ ഈസ് ഹയർ. ആ വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. സോ വി ഗോട്ട് ദി ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ 72,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് 20% കുറയ്ക്കണം. മുനിസിപ്പൽ ടാക്സ് ഇങ്ങനെ ക്വസ്റ്റനിൽ 20% തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മുനിസിപ്പൽ വാല്യൂവിന്റെ 20% ആണ്. ഓക്കെ, അവിടെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്തിന്റെ 20% എടുക്കേണ്ടത്? മുനിസിപ്പൽ വാല്യൂവിന്റെ 20% ആണ്. ഈ 50,000ന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരിക? 10,000 റുപ്പീസ്. ആ മുനിസിപ്പൽ ടാക്സ് 10,000 റുപ്പീസ് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ എത്ര കിട്ടും? 62,000 കിട്ടും. ഈ ആനുവൽ വാല്യൂവിന്റെ 30% നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈ 62,000ന്റെ 30% എന്ന് പറയുമ്പോൾ എത്ര വരും? 18,600 വരും. ദെൻ നമ്മൾ ലോണിന് ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അത് എത്രയാണ്? ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 18,000 ആണ് ആ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് എമൗണ്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 36,600. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 62,000 ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് 25,400. ഈസി. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൂടുതൽ ഫർദർ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. റൂൾ അറിയെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, മിസ്റ്റർ ഹരീഷ് ഓൺസ് 2 ഹൗസസ്. അയാൾക്ക് 2 ഹൗസ് ഉണ്ട്. അതിൽ ഹൗസ് 1ന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, ഹൗസ് 2ന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതില് ഈ 2 ഹൗസും എന്ത് യൂസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. ഒന്ന് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, മറ്റൊന്ന് ലെറ്റ് ഔട്ട് ആണ്. അപ്പൊ ഹൗസ് 1 എന്താണ്? അയാൾ താമസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹൗസ് ആണ്. ഹൗസ് 2 എന്ന് പറയുന്നത് എന്താണ്? അയാൾ വാടകയ്ക്ക് കൊടുത്ത ഹൗസ് ആണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. രണ്ടിന്റെ മുനിസിപ്പൽ വാല്യൂ ഉണ്ട്, ഫെയർ റെന്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്, റെന്റ് റിസീവ്ഡ്, ആക്ച്വൽ റെന്റ് എത്ര കിട്ടിയിട്ടുണ്ട്, അതിന് മുനിസിപ്പൽ ടാക്സ് എത്ര അടച്ചു,
പിന്നെ ഇൻട്രസ്റ്റ് ഓൺ കൺസ്ട്രക്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് എത്രയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ആദ്യം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ താമസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വീടാണ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റെന്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന്റെ ആനുവൽ വാല്യൂ എന്തായിരിക്കും, നില്ലായിരിക്കും. അതിന് ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ല, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാനും പറ്റില്ല, അതിന്റെ ആനുവൽ വാല്യൂ എന്തായിരിക്കും, നില്ലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ താമസിക്കുന്ന ഹൗസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് എന്താ വന്നിട്ടുള്ളത്, ലോസ് ആണ് വന്നിട്ടുള്ളത്, -30,000. കാരണം ആനുവൽ വാല്യൂ നില്ലാണല്ലോ. ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് കൂടി കമ്പയർ ചെയ്യണം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം, ഹയർ എടുക്കണം. ഹയർ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് റെന്റിനോട് കമ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റെന്റ് എടുക്കുമ്പോൾ 65,000 ആണ് ലോവർ എമൗണ്ട് വരിക. അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റ് വന്നിട്ട് 65,000. അയാൾക്ക് റിസീവ് ചെയ്ത റെന്റ്, അയാൾക്ക് എത്ര റെന്റ് കിട്ടിയിട്ടുള്ളത്, റെന്റ് റിസീവ്ഡ് 1,20,000. അപ്പോൾ ഈ 1,20,000 നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് GAV എത്ര വരിക, വിച്ച് എവർ ഇസ് ഹയർ. അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഇസ് ഹയർ ആയിട്ടുള്ള 1,20,000 നമ്മൾ എന്ത് ചെയ്യുന്നു, GAV ആയിട്ട് എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, ആനുവൽ വാല്യൂ കിട്ടുന്നു. ഇനി ആനുവൽ വാല്യൂന്റെ എന്ത് ചെയ്യുന്നു, 30%, 1,12,000ന്റെ 30% എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നു. ദെൻ ലോണിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 40,000 ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 73,600 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 1,12,000 റുപ്പീസിന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം എന്ന് പറയുന്നത് 38,400 ആണ്. സോ 38,400 എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ലോസ് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 38,400 നിന്ന് 30,000 ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് 8,400 റുപ്പീസ് ആണ് നമ്മൾ എന്ത് വരുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ, മിസ്റ്റർ രാംനാഥ് ഓൺസ് എ ഹൗസ് അറ്റ് കാൺപൂർ. കാൺപൂരിലെ ഒരു ഹൗസ് ഉണ്ട്, രാംനാഥിന് അതിന്റെ മുനിസിപ്പൽ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 30,000 ആണ്. ഓഫ് ഫെയർ റെന്റ് ഓഫ് 36,000. അപ്പോൾ ഫെയർ റെന്റ് എത്രയാണ്, 36,000 ആണ്. അതിന്റെ മുനിസിപ്പൽ വാല്യൂ 30,000 ആണ്. ദെൻ പ്രീവിയസ് ഇയറിൽ ഹൗസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി റെന്റ്, ആക്ച്വൽ റെന്റ്, മന്ത്ലി റെന്റ് എന്ന് പറയുന്ന ആക്ച്വൽ റെന്റ് 4,000 പെർ മന്ത് ആണ്. അതിനെ നമുക്ക് ആനുവലൈസ് ചെയ്യണം. ഫ്രം 1st April to 1st April 2023 to 30th June 2023. അപ്പോൾ 1st April 2023 തൊട്ട് 30th June 2023 വരെയാണ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകെ ഏപ്രിൽ, മെയ്, ജൂൺ 3 മന്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, ആ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു 3 മാസത്തെ റെന്റ് മാത്രമേ ആക്ച്വൽ റെന്റ് കിട്ടുകയുള്ളൂ കേട്ടോ. ദെൻ ആൻഡ് സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്, അയാൾ ബാക്കിയുള്ള റിമൈനിങ് മന്ത്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് താമസിക്കാനായിട്ട് ആ വീട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇനി മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് 6,000, കളക്ഷൻ ചാർജ് 600. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, അത് നമുക്ക് ഈ കാൽക്കുലേഷനുമായി ബന്ധമില്ല. ദെൻ a loan of 50,000 were taken on 1st April 2018. 1st April 2018 അയാൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ലോണാണ്. അതിന്റെ ഇൻട്രസ്റ്റ് 10% ആണ്. ദെൻ അയാൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഹൗസിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 1st January 2021 ഓക്കെ. അപ്പൊ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ലോൺ ടേക്കൺ 1st April 2018 തൊട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് 1st January 2021 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1st January 2021 ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ കിടക്കുന്നത് അതിന്റെ തൊട്ട് മുന്നേയുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ഡേറ്റ് ആയിരിക്കും നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 1st January 2021 എന്ന് പറയുന്ന ഡേറ്റ് ഏത് പ്രീവിയസ് ഇയറിലാണ് കിടക്കുന്നത് നോക്കണം. അത് 2020-21 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിലാണ് കിടക്കുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ട് പുറകിലുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ഡേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ എൻഡ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് വന്നിട്ട് 1920 ആണ് ഇതിന്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന പ്രീവിയസ് ഇയർ, അതായത് ഫിനാൻഷ്യൽ ഇയർ. ദെൻ അതിന്റെ എൻഡ് ഡേറ്റ് വന്നിട്ട് 31st March 2020 ആയിരിക്കും. സോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് 1st April 2018 എൻഡിങ് ഡേറ്റ് വന്നിട്ട് നമ്മുടെ 31st March 2020 ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ അവിടെ 2 years ആണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരുന്നത്. 1819 then
1920 ഇതാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിലോട്ട് പോകുമ്പോൾ ആദ്യം GAV കണ്ടുപിടിക്കണം. GAV കണ്ടുപിടിക്കുമ്പോൾ ഫെയർ ആൻഡ് മുനിസിപ്പൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതിൽ നിന്ന് ഹയർ ആയിട്ടുള്ള 36,000 സെലക്ട് ചെയ്യുന്നു. ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തില്ല, സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ല. അപ്പൊ ഈ 36,000 തന്നെ എന്തായിരിക്കും, ഈ 36,000 നമ്മുടെ എക്സ്പെക്ടഡ് റെന്റ് ആയിട്ട് മാറും. എക്സ്പെക്ടഡ് റെന്റ് എന്തായിരിക്കും, 36,000. കാരണം നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ല കമ്പയർ ചെയ്യാനായിട്ട്. ദ എക്സ്പെക്ടഡ് റെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആക്ച്വൽ റെന്റ് നമുക്ക് 4,000 രൂപ 3 മാസത്തേക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആക്ച്വൽ റെന്റ് എത്ര ഉണ്ടാവുള്ളൂ, 12,000 റുപ്പീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഇസ് ഹയർ ആണ് ശരിക്കും എടുക്കേണ്ടത്. അപ്പോൾ എക്സ്പെക്ടഡ് റെന്റ് വന്നിട്ട് 36,000, പക്ഷെ ആക്ച്വലി അയാൾക്ക് 12,000 അല്ലേ കിട്ടിയിട്ടുള്ളൂ. ഈ ആക്ച്വൽ റെന്റും എക്സ്പെക്ടഡ് റെന്റും കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെന്റ് ലെസ് ദാൻ എക്സ്പെക്ടഡ് റെന്റ് ഡ്യൂ ടു അതർ ഫാക്ടേഴ്സ്, വേക്കൻസി അല്ലാത്ത മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം ആക്ച്വൽ റെന്റ് കുറഞ്ഞു പോവുകയും എക്സ്പെക്ടഡ് റെന്റ് കൂടി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എക്സ്പെക്ടഡ് റെന്റ് തന്നെയാണ് എടുക്കേണ്ടത്. അത് നമ്മുടെ റൂൾ പ്രകാരം അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ വന്നിട്ട് 36,000 വരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, മുനിസിപ്പൽ ടാക്സ് 6,000 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂവിന്റെ 30% നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 9,000 ഡിഡക്ട് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയറിൽ അയാള് 40,000 ആണ്. അയാൾ ശരിക്കും എത്രയാണ് ലോൺ എടുത്തിട്ടുള്ളത്, 50,000 ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ 10,000 അയാള് 1st April 2020 പേ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 50,000 10,000 ഇയാള് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ 23-24 എന്ന് പറയുന്ന നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇയാളെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എമൗണ്ട് 40,000 ഉള്ളൂ. അപ്പൊ ഈ 40,000 10% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരിക, 4,000 റുപ്പീസ് ആണ് വരിക. 4,000 റുപ്പീസ് ആണ് വരിക. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തത് 4,000 റുപ്പീസ്. പിന്നെ ഇയാളെ പ്രീ കൺസെഷൻ പീരീഡ് നമ്മൾ പറഞ്ഞു, പ്രീ കൺസെഷൻ പീരീഡ് എത്രയാണ്, 2 years ആണ്. ഇൻട്രസ്റ്റ് 24 months ആണ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ ലോൺ എമൗണ്ട് ഇൻറ്റു 10% ഇൻട്രസ്റ്റ് ഇൻറ്റു 24 months ആണ് പ്രീ കൺസെഷൻ പീരീഡ് ഡിവൈഡഡ് ബൈ 12. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 5,000 നമുക്ക് 10,000 റുപ്പീസ് കിട്ടും. ഈ 10,000 റുപ്പീസ് ആണ് ഇയാളുടെ പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ 10,000 റുപ്പീസിനെ ഈക്വൽ 5 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ 10,000 5 ഇൻസ്റ്റാൾമെന്റ് ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്ര വരും, 2,000 റുപ്പീസ് വരും. ഈ 2,000 റുപ്പീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് ഓരോ വർഷവും സാധിക്കുള്ളൂ. അക്രൂവൽ ബേസിലാണ് നമ്മളത് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് 2021 ഈ ഒരു പ്രീവിയസ് ഇയറിലാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പൊ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് 2021 ആയതുകൊണ്ട് ആ ഇയർ തൊട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 2021 പിന്നെ 21-22 പിന്നെ 22-23 23-24 പിന്നെ 24-25 ഇത്രയും 5 ഇയേഴ്സിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2,000 റുപ്പീസ് വെച്ചിട്ട് ഓരോ ഇയറിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. അപ്പൊ ടോട്ടൽ 6,000 ഇൻട്രസ്റ്റും 9,000 നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 15,000 എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ വാല്യൂവിൽ നിന്നും ഡിഡക്ട് ചെയ്ത് റിമൈനിങ് 15,000 നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Sri Ramesh on a big house, the construction of which was completed in May 2022. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് ഇത് ചെയ്യാനായിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മിസ്റ്റർ ശ്രീ രമേശിന് എന്തുണ്ട്, ഒരു വലിയ വീടുണ്ട്. ആ വീടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ രമേശിന്റെ വീടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 50% എന്താണ്, 50% അയാളെ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. 50% എന്താണ്, ലെറ്റ് ഔട്ട്. ദെൻ 25% അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മന്ത്ലി റെന്റ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യം ആ ഹൗസിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. 25% അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. 25% ബിസിനസ് റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. 25% അയാള് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ബിസിനസിന് വേണ്ടിയിട്ടുള്ള 25% നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിലല്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ഇവിടെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു 25% എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി വരുന്ന 50%, 25% ആണ് നമ്മുടെ കാൽക്കുലേഷനിലോട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 1/4 ദാറ്റ് ഈസ് 25% യൂസ്ഡ് ഫോർ ബിസിനസ്, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ അണ്ടർ ദിസ് ഹെഡ്. അത് PGBP എന്ന് പറയുന്ന
ഹെഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ 1/4 എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് സെൽഫ് ഓക്യുപ്പൈഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 1/4 ഇതിലൊരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പോരാം. മുനിസിപ്പൽ വാല്യൂഷൻ 6 lakh, സ്റ്റാൻഡേർഡ് റെന്റ് 9 lakh, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 80,000, റിപ്പയേഴ്സ് 50,000. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ റിപ്പയേഴ്സ്. എന്തിനാണ് ലോൺ എടുത്തിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ റിപ്പയേഴ്സിന് വേണ്ടിയാണ് ലോൺ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ലോണ് നമ്മൾ എടുത്തിട്ടുള്ളത് റിപ്പയേഴ്സിനായതുകൊണ്ട് നമുക്ക് അപ് ടു 30,000 വരെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് ദ ലോൺ ഈസ് ടേക്കൺ ഫോർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, 99 എന്ന് പറയുന്ന ഒരു ഇയർ വെച്ചിട്ടാണ് അത് എത്രയാണ് അതിന്റെ മാക്സിമം ലിമിറ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്നത്. അത് 99 മുന്നേ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 30,000 വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 1999 ശേഷമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2 lakh വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലോൺ എന്തിനെടുത്തായിരിക്കണം? കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തതായിരിക്കണം. കൺസ്ട്രക്ഷൻ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലോൺ എന്തിനു വേണ്ടി എടുത്തിട്ടുള്ളത്? റിപ്പയേഴ്സിന്. അപ്പൊ നമുക്ക് മാക്സിമം 30,000 റുപ്പീസേ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ വെക്കണം. ദെൻ ഗ്രൗണ്ട് റെന്റ് അത് നമുക്ക് ആവശ്യമില്ല. ആനുവൽ ചാർജസ് നമുക്ക് ആവശ്യമില്ല. ഫയർ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് ആവശ്യമില്ല. അത് നമ്മുടെ കാൽക്കുലേഷനിൽ വരാത്ത കാര്യങ്ങളാണ്. ദെൻ നമ്മുടെ സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ 1/4. അപ്പൊ അതിന് ആനുവൽ വാല്യൂ സെൽഫ് ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് നില്ലായിരിക്കും. ദെൻ അതിന്റെ ഇൻട്രസ്റ്റ് വന്നിട്ട് 3 lakh ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. അതിന്റെ 1/4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 3 lakhന്റെ 1/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 75,000 അല്ലെ? 75,000 ഓർ 30,000. നമ്മൾ ലിമിറ്റ് റിപ്പയറിന് വേണ്ടി എടുത്ത ലോൺ ആയതുകൊണ്ട് നമ്മൾ ഇയർ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. റിപ്പയറിന് വേണ്ടി എടുത്ത ലോൺ ആയതുകൊണ്ട് 30,000. ഇതിൽ ഏതാണോ ലോവർ എമൗണ്ട് അതേ നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിച്ച് എവർ ഈസ് ലെസ്. സോ ദാറ്റ് ഈസ് 30,000. അപ്പൊ അവിടെ എന്ത് വന്നു? നെഗറ്റീവ് ഇൻകം വന്നു. സെൽഫ് ഓക്യുപ്പൈഡ് നിന്ന് ബാക്കി വേറെ ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആനുവൽ വാല്യൂ നിന്ന് ഡിഡക്ട് ചെയ്തപ്പോൾ നെഗറ്റീവ് ഇൻകം വന്നു. ഇനി നമ്മുടെ ലെറ്റ് ഔട്ട് പോർഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ലെറ്റ് ഔട്ട് പോർഷൻ 50% ആണ്. അപ്പൊ എല്ലാം നമ്മൾ പകുതി എടുക്കാൻ പാടുള്ളൂ. മുനിസിപ്പൽ വാല്യൂ നമ്മൾ പകുതി എടുക്കാൻ പാടുള്ളൂ. സ്റ്റാൻഡേർഡ് റെന്റ് നമ്മൾ പകുതി എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പകുതി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ 3 lakh, സ്റ്റാൻഡേർഡ് റെന്റ് വന്നിട്ട് 4,50,000. ഇനി ഇതില് മുനിസിപ്പൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ് കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതെടുക്കണ്ടേ? നമ്മുടെ വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 3 lakh ആണ്. അപ്പോൾ എന്ത് വന്നിട്ടുള്ളത്? എക്സ്പെക്റ്റഡ് റെന്റ് വന്നിട്ടുള്ളത്. ഇയാള് മന്ത്ലി റെന്റ് എത്രയാണ് വരുന്നത്? അവിടെ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 22,500 ആണ്. 22,500 ഇൻറ്റു 12 വരുമ്പോൾ എത്ര വരും? 2,70,000 വരും. ഇതാണ് നമ്മുടെ ആക്ച്വൽ റെന്റ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കേണ്ടത്. എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യുമ്പോൾ ഏതാ എടുക്കേണ്ടത്? വിച്ച് എവർ ഈസ് ഹയർ. സോ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂവിന്റെ എത്ര വരിക? 3 lakh റുപ്പീസ് ആണ് വരിക. ഈ 3 lakh റുപ്പീസ് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണം. മുനിസിപ്പൽ ടാക്സ് ഫുൾ ഹൗസിന്റെ മുനിസിപ്പൽ ടാക്സ് 80,000 ആണ്. പക്ഷെ പകുതിയല്ലേ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 80,000ന്റെ ഒരു ഹാഫ് പോർഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് 40,000. അപ്പൊ അതിന്റെ ആനുവൽ വാല്യൂ വന്നിട്ട് എത്ര വരും? 2,60,000 വരും. അതിൽ നിന്ന് 2,60,000ന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് എത്രയാണ്? 3 lakh അല്ലേ ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 lakhന്റെ പകുതി ഭാഗമല്ലേ നമ്മൾ ഹൗസിന്റെ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് മുഴുവൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 3 lakhന്റെ ഹാഫ് പോർഷനെ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 1,50,000. അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 2,28,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2,60,000 ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 32,000 ആണ് നമ്മുടെ ലെറ്റ് ഔട്ട് പോർഷന്റെ ഇൻകം എന്ന് പറയുന്നത്. സോ ലെറ്റ് ഔട്ട് പോർഷന്റെ ഇൻകം വന്നിട്ട് 32,000. നമ്മുടെ സെൽഫ് ഓക്യുപ്പൈഡ് പോർഷന്റെ ഇൻകം എന്ന് പറയുന്നത് -30,000. അപ്പോൾ ടോട്ടൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,000 റുപ്പീസ് ആയിരിക്കും. കണ്ടോ? ഇനി ഇൻകം ടാക്സ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ അത് മെൻഷൻ ചെയ്യണം. ഈ ഒരു സെഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. താങ്ക് യു.